ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് എന്ന ആ സ്ഥലത്ത് നിന്ന്. പറളി ചെക്ക് പോസ്റ്റ് എന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 6 സെൻറ്റ് സ്ഥലം, അതിൽ 1160 സ്ക്വയർ ഫീറ്റുള്ള വീട്, 3 BHK ആണ്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ ഈ ഒരു സ്പേസ് ഉള്ളൂ, ഫ്രണ്ടിലാണ് കൂടുതൽ സ്പേസ് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ലൊക്കേഷനിൽ ഇവിടെ ഒരു കിണറുണ്ട്. കിണർ കൊടുത്തിരിക്കുന്നത് റിങ് ഇട്ടിട്ടാണ്, സിമെൻറ്റ് റിങ്ങുകൾ കൊണ്ടാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, ആൾമറയൊന്നും കെട്ടിയിട്ടില്ല, അതിൻ്റെ പണിയൊക്കെ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വീടിൻ്റെ മേൽഭാഗത്ത് മട്ടി ഇടാനുണ്ട്, ആ ഒരു പ്രോസസ്സും കൂടി ചെയ്തിട്ടില്ല, അതും കൂടി ചെയ്യാനുള്ള ഒരു പണിയുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ബെഡ്റൂമിലെല്ലാം ടൈൽസ് ഇടാനുണ്ട്. 3 ബെഡ്റൂമും കാവിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിൽ കയറുമ്പോൾ നമുക്ക് കാണാം, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് ബാക്കി എല്ലാവിടെയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് എൻട്രി അടിക്കുമ്പോൾ ഒരു നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത്. അതേപോലെ ഒരു വലുപ്പത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നല്ല വലുപ്പത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ 2 ഹാള്, എൽ ഷേപ്പിൽ നല്ല ഹാളുണ്ട്. രണ്ടിനും കർട്ടൺ സെറ്റ് ചെയ്ത് മിഡിലൊരു ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് കയറുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം നല്ല അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനും നല്ല വിശാലമായിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബെഡ്റൂമുകളിൽ കാവിയാണ് ഇട്ടിരിക്കുന്നത്. ബെഡ്റൂമിൽ ടൈൽസ് ഇട്ടിട്ടില്ല, ആ ഒരു പണി നമുക്കുണ്ട്. മേലെ ഒന്ന് മട്ടി ഇടാനുണ്ട്, അതിൻ്റെ ചെറിയതായിട്ടുള്ള ഇത് നമുക്ക് അറിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി അടുത്തത് വരുന്നത്, ഇത് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൻ്റെ കാര്യങ്ങൾ. ഇവിടെ നോക്കുമ്പോൾ ബെഡ്റൂമിലും കാവിയാണ്, ഇതിലും ടൈൽസ് ചെയ്യാനുള്ള പണിയുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ്. ഇനി ഇവിടെ വേറൊരു ബെഡ്, അങ്ങനെ 3 ബെഡ്റൂം, ഒറ്റ നിലയിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ്. 6 സെൻറ്റ് സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ 1160 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. ഇതിലും താഴെ ടൈൽസ് ഇടാനുണ്ട്. കിച്ചണൊക്കെ ടൈൽസ് ഇട്ട് സെറ്റ് ചെയ്താണ്. ഇതിൽ കബോർഡുകളിലൊക്കെ ഡോറുകൾ കൊടുക്കാനുണ്ട്. മേലെയും അതുപോലെ വാൾഡ്രോബ്സിലെല്ലാം ഡോറ് വേണമെന്ന് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളും അത്യാവശ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. സോ വർക്ക് ഏരിയയും അത്യാവശ്യം ടൈൽസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു വർക്ക് ഏരിയ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് കാണുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ. സോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറളി ചെക്ക് പോസ്റ്റ് നിന്ന് 1 കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 6 സെൻറ്റ് സ്ഥലവും 1160 സ്ക്വയർ ഫീറ്റ് വീട്, 3 BHK കൂടിയിട്ട് ഉള്ളതാണ്. പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട പോലെ ഓപ്പൺ വെല്ലും ഉണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ. വെറും 25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ കിട്ടും. 25 lakhs. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി. 6 സെൻറ്റ് സ്ഥലവും 1160 സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി 25 ലക്ഷത്തിന് നമ്മുടെ കയ്യിൽ കിട്ടും. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മൾ വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, അതിനുള്ള ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.